നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള കുറുക്കുവഴികൾ ചാണക്യൻ വിശദീകരിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ ലോകം വിജയിച്ചവരെ മാത്രമേ ഓർമ്മയിൽ സൂക്ഷിക്കുകയുള്ളൂ. അല്ലാതെ നല്ല സ്വഭാവ ഗുണങ്ങൾ എത്രയുണ്ടായാലും ആ വ്യക്തിയെ ആരും ഓർക്കത്തില്ല. നമ്മുടെ വിജയം മാത്രമാണ് നമ്മെ ആരാണെന്നും എന്താണെന്നും മറ്റുള്ളവർക്ക് മുൻപിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ വിജയിക്കണമെന്ന മോഹങ്ങളായിരിക്കും നമ്മളെല്ലാവർക്കും. അത് സാധ്യമാക്കാനായി ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ഏതൊരു കുറുക്കുവഴിയിലൂടെയും സമ്പാദിക്കാമെന്നാണ് ചാണക്യൻ പറയുന്നത്. ചാണക്യൻ പറഞ്ഞ ആ 10 വഴികളാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിദ്യ. 1. കാഴ്ചപ്പാട്. നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ഒന്നും കൂടെ നിരീക്ഷിച്ചു നോക്കുക. നിങ്ങൾ ഒരു കാര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നുവോ അതുതന്നെയാണ് നിങ്ങളുടെ ശത്രുക്കൾക്കും ഈ ഒരു സമൂഹത്തിനും കൊടുക്കുന്ന ആദ്യ മുന്നറിയിപ്പ്. ഏതൊരു കാര്യത്തിനായി ഇറങ്ങുന്നതിന് മുൻപ് അതിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നുവോ അതായിരിക്കും നിങ്ങളുടെ വിജയം തീരുമാനിക്കുന്നത്. 2. ദുർബലനായ ഒരു പോരാളിയാവരുത് നിങ്ങൾ. ഒരു വ്യക്തിയെ മറ്റുള്ളവർ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കുന്നത് കഷ്ടമായ കാര്യമാണ്. അതുപോലെ മറ്റുള്ളവരെ എപ്പോഴും സന്തോഷത്തോടെ മാത്രമേ നിർത്തുകയുള്ളൂ, അവർക്ക് ഒരു വിധത്തിലുള്ള കഷ്ടവും കൊടുക്കില്ല എന്ന് കരുതുന്നവനും വിജയമെന്നത് കടുപ്പമേറിയ കാര്യമാണ്. അതുപോലെ തന്നെ എല്ലായിടത്തും ഓടിച്ചെന്ന് സഹായിക്കുന്നവൻ. ഈ 4 ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും വിജയം കൈവരിക്കാൻ സാധ്യമല്ല എന്ന് ചാണക്യൻ പറയുന്നു. ഈ ലോകത്ത് വിജയിക്കാനായി പോരാടുന്നവരാണ് കൂടുതൽ പേരും. അങ്ങനെയുള്ള ഈ ലോകത്ത് ഈ ഗുണങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ എളുപ്പത്തിൽ പരാജയപ്പെടും. 3. പണത്തിൻ്റെ മൂല്യം. പണമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എത്രയും വേഗം മനസ്സിലാക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് വിജയിക്കണമെങ്കിൽ നിങ്ങൾ സമ്പന്നനെ പോലെ ജീവിക്കുക എന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ പക്ഷം പണമില്ലെങ്കിലും പണമുള്ളവനെ പോലെ അവർ അറിയാതെ ധനികനാണെന്ന് നിങ്ങൾ അവരെ ധരിപ്പിക്കുക. കാരണം ഈ ലോകം സമ്പത്തുള്ളവനെ കണ്ണടച്ച് വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. 4. സുരക്ഷിതമായ അകലം. വളരെ പെട്ടെന്ന് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വിജയത്തിൽ നിന്ന്, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുക എന്ന് ചാണക്യൻ പറയുന്നു. അതായത് അധിക ദൂരവും പാടില്ല, എന്നാൽ വളരെ അടുത്തും നിൽക്കരുത്. ഉദാഹരണത്തിന്, ഭക്ഷണം പാകം ചെയ്യാനായി നമ്മൾ അടുപ്പിൽ നിന്ന് കുറേ ദൂരം അകലെയാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് ആ ഭക്ഷണം പാകം ചെയ്യുവാൻ കഴിയുകയില്ല. പക്ഷേ തീയുടെ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞാലോ അത് നമ്മളെ കത്തിച്ചു കളയും. അതുകൊണ്ട് കൃത്യമായ അകലം പാലിച്ചാൽ മാത്രമേ നമുക്ക് രുചിയേറിയ ഭക്ഷണം പാകമായി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് ചെറിയൊരു അകലം, സുരക്ഷിതമായ അകലം പാലിക്കുവാൻ ചാണക്യൻ പറയുന്നു. 5. ദുഃഖിക്കാതിരിക്കുക. വിജയിച്ച വ്യക്തികളെ വേർതിരിക്കുന്ന ഒരു ഗുണമാണ് ദുഃഖിക്കാതിരിക്കുന്ന ഒരു ഗുണം. ഏതൊരു വ്യക്തിയാണോ താൻ നഷ്ടമാക്കിയ സമയത്തെ ചൊല്ലിയും എടുത്ത തീരുമാനത്തെ ചൊല്ലിയും ദുഃഖിക്കുന്നത്, അത്തരം വ്യക്തികൾ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കില്ല എന്ന് ചാണക്യൻ പറയുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെയും കാലത്തെയും ഓർത്ത് ദുഃഖിക്കുന്നത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമല്ല എന്നും ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കൈപ്പേറിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ ശ്രമിക്കുക. 6. സൗഹൃദങ്ങൾ. ഒരു വ്യക്തി സത്യത്തിനും ധർമ്മത്തിനുമെതിരെ പ്രവർത്തിക്കുന്ന, മറ്റുള്ളവരെ വഞ്ചിച്ച് അവരുടെ പക്കൽ നിന്ന് പണം തട്ടിയെടുക്കുന്നവരുടെ സൗഹൃദങ്ങൾ ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ സ്വന്തം കാലിൽ കോടാലി കൊണ്ട് വെട്ടുന്നതിന് തുല്യമാണെന്ന് ചാണക്യൻ പറയുന്നു. ഇങ്ങനെയുള്ള വ്യക്തികളോട് ഇടപഴകുന്നത് ആദ്യമൊക്കെ മധുരം നുകരുന്ന പോലെയാവാം. പക്ഷേ ചങ്കിലെത്തുമ്പോഴേ അറിയുകയുള്ളൂ ഇത് വിഷമാണ് എന്നുള്ളത്. ഇങ്ങനെ തന്നെയാണ് അവരുടെ സൗഹൃദവും. 7. 3 ചോദ്യങ്ങളാണ്. ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുൻപും നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുക. അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുക. 1. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 2. ഈ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം എന്തായിരിക്കും? 3. ഈ പ്രവൃത്തിയുടെ മൂല്യം എന്താണ്?
ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ആ ഒരു പ്രവൃത്തിയുടെ വിജയം നിർണ്ണയിക്കുന്നത്. 8. എപ്പോഴും പിന്മാറാതിരിക്കുക. വിഷമില്ലാത്ത പാമ്പടക്കം തനിക്ക് വിഷമില്ല എന്ന് കാണിക്കത്തില്ല. അതുപോലെ നിങ്ങൾക്ക് ആപത്തുകൾ വരുന്ന സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കുക. അഥവാ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരികയാണെങ്കിൽ, നിങ്ങൾ അകപ്പെട്ടു പോകുകയാണെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് വരുവാനുള്ള വഴി കൃത്യമായി കണ്ടെത്തുക. മറിച്ച് അതിൽ നിന്നും പിന്മാറരുത്. ജീവിതത്തിൽ വിജയിച്ച വ്യക്തികളെല്ലാം അവരനുഭവിച്ച കഷ്ടതകളെയും ബുദ്ധിമുട്ടുകളെയും ഒരു കാലത്തും പുറത്തു കാണിക്കുന്നില്ല. 9. അഭിനന്ദനങ്ങൾക്കു വേണ്ടി ഒന്നും ചെയ്യരുത്. സുഗന്ധമുള്ളതാണെങ്കിലും അത് നിങ്ങളുടെ അരികിലെത്താൻ കാറ്റിൻ്റെ സഹായം ആവശ്യമാണ്. എന്നാൽ വിജയികൾ എപ്പോഴും മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾക്കു വേണ്ടിയോ മറ്റുള്ളവർ അവരെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കണമെന്നോ കരുതുകയില്ല. വിജയികൾ അഭിനന്ദനങ്ങൾ, പുകഴ്ത്തലുകൾ തങ്ങളുടെ പുറകെ വരുന്നത് ഇഷ്ടപ്പെടാത്തവരാണ്. മറിച്ച് ആ സമയം കൊണ്ട് അവരുടെ കഴിവും അറിവും വളർത്തിയെടുക്കുവാൻ അവർ ശ്രമിക്കും. നല്ലതോ ചീത്തയോ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ശരിയായ പാത പിന്തുടരുകയാണ് എന്നതാണ് അർത്ഥം. 10. ദുർബലനെ വില കുറച്ച് കാണരുത്. സൗഹൃദങ്ങൾ എപ്പോഴും നല്ലതാണ്. പക്ഷേ നമ്മുടെ എതിരാളികളോട് കൂടുതൽ അടുപ്പം വയ്ക്കുന്നതാവും ഏറ്റവും നല്ലത്. ദുർബലനെ പ്രകോപിപ്പിക്കുന്നത് വിഷപ്പാമ്പിനു നേരെ കൈയുയർത്തുന്നതിന് തുല്യമാണ്. ദുർബലനായ ഒരു വ്യക്തിയെ നിങ്ങൾ മറക്കാനോ പ്രതികരിക്കാനോ നിൽക്കരുത്. നിങ്ങൾ എത്ര ഉയരത്തിലാണെങ്കിലും അവരുടെ പ്രതികാര രീതി നിങ്ങളെ മൊത്തമായും ബാധിക്കും. ഒരു ദുർബലനായ വ്യക്തിക്കറിയാം അവരെ കൊണ്ട് നിങ്ങളോട് പോരാടാൻ കഴിയില്ല എന്ന്. അതിനാൽ തന്നെ നിങ്ങളെ പ്രതികരിക്കാൻ വേണ്ടി അവർ തന്ത്രപരമായ പാതകൾ സ്വീകരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്